ആപ്പിളിന്റെ iPhone 14 സീരീസ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അതും അതിനകത്ത് 14 പ്രോയും പ്രോ മാക്സും തമ്മിൽ നിങ്ങൾക്ക് ഏതെടുക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ 14 പ്രോയും പ്രോ മാക്സും എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോൺസിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നാൻ സാധ്യത എന്ന് പറയുന്നത് പ്രോ തന്നെയാണ്. അതായത് അവരുടെ റെഗുലർ പ്രോ വേരിയന്റ് ആണ്, മാക്സ് വേരിയന്റ് അല്ല. കാരണം അതെന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഒരു ഫോണാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം 13 പ്രോ എൻ്റെ മെയിൻ ഫോണായിട്ട് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോ മാക്സ് എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഈ പ്രോ മാക്സിനകത്ത് നമുക്ക് പ്രോയിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോങ് ടേം നോക്കാൻ നേരത്ത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ കഴിഞ്ഞ വർഷം 13 പ്രോ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയെന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അതായത് ബാറ്ററിക്കകത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പ്രത്യേകിച്ചും ബാറ്ററി ബാക്കപ്പ് ഒരുപാട് മോശമായിരുന്നു. പിന്നെ ബാറ്ററി ഹെൽത്തും പെട്ടെന്ന് കുറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു വട്ടം 14 പ്രോയും പ്രോ മാക്സിൽ ഏതെടുക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോ മാക്സ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ഫോൺസ് എടുക്കാൻ നേരത്ത് ഇതിനകത്ത് വില വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് 10,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. പക്ഷെ ആ ഒരു എക്സ്ട്രാ കാശ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ലോങ് ടേമിൽ ഈ പ്രോ മാക്സ് എന്ന് പറയുന്ന ഫോൺ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് യൂസബിലിറ്റിയും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ആദ്യം വ്യത്യാസം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിലയല്ലാതെ വേറെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഫോൺസിന്റെ സൈസ് വ്യത്യാസമുണ്ട്. അതായത് പ്രോ മാക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ വെയിറ്റ് കൂടിയൊരു ഫോണാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പക്ഷെ നമുക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അതെല്ലാം സെയിം തന്നെയാണ്. പിന്നെ അടുത്ത വലിയ വ്യത്യാസം വരുന്നത് ഡിസ്പ്ലേക്ക് അതാണ്. അതായത് പ്രോന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.1 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ്. പ്രോ മാക്സിൻ്റെ 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ അവസാനത്തെ വ്യത്യാസം അത് ബാറ്ററിക്കകത്താണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. പ്രത്യേകിച്ചും പ്രോ മാക്സ് വലിയൊരു ഫോൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയ ബാറ്ററിയാണ് പ്രോ മാക്സ് കിട്ടുന്നത് പ്രോയെ വെച്ച് നോക്കാൻ നേരത്ത്. അപ്പോൾ ഈ ബാറ്ററിയുടെ കാര്യം എടുത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഞാൻ പ്രോ ഉപയോഗിച്ചപ്പം ആദ്യത്തെ ഒരു 2-3 മാസമൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ബാറ്ററിക്കകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം നിൽക്കാത്ത രീതിയിലായി. അപ്പം അങ്ങനത്തെ ഒരു കുഴപ്പം വന്നുകൊണ്ട് ഞാൻ ഈ വട്ടം പ്രോ മാക്സ് ആണ് എടുത്തത്. അതും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയോളെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് നല്ല ബെറ്റർ ആണ്. പിന്നെ അത് മാത്രമല്ല ബാറ്ററി ഹെൽത്ത് എടുക്കാൻ നേരത്തും ഇത് ലോങ് ടേം വെച്ച് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വില വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് കവറായി പോകുന്ന കണക്കാണ്. അതായത് ബാറ്ററി അഡ്വാൻറ്റേജ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. അത് ഈ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പ്രോ മാക്സ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ പ്രോ ആണ് എടുക്കുന്നതെങ്കിൽ എന്തായാലും ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. പ്രത്യേകിച്ചും ഈ 14 സീരീസിനകത്ത് 14 പ്രോയും പ്രോ മാക്സിനും കഴിഞ്ഞ വട്ടത്തെ 13 പ്രോയും പ്രോ മാക്സിനെ കാട്ടിയും ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടെ മോശമാണ്. അത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബാറ്ററി അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോ മാക്സ് എന്ന് പറയുന്നത് വീഡിയോ കാണാനും ഗെയിം കളിക്കാനും അല്ലെങ്കിൽ നമുക്കിപ്പോൾ പൊതുവെ ബ്രൗസ് ചെയ്യുന്ന കാര്യത്തിനകത്തായാൽ പോലും ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് ആപ്പിൾ വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും തരുന്നില്ല. അതായത് നമുക്ക് മൾട്ടി ടാസ്കിങ്ങോ അങ്ങനെ തരുന്നില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനോ അങ്ങനെ തരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ നെറ്റ് ബ്രൗസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോഴായാൽ പോലും നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വട്ടം നമുക്ക് ഈ ഡൈനാമിക് കാലൻഡർ എന്ന് പറഞ്ഞ നോച്ച് മാറിയിട്ടുള്ള ഒരു കട്ടൗട്ട് വന്ന കാര്യവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതും ഈ പ്രോ മാക്സിനകത്ത് തന്നെയാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അഡ്വാൻറ്റേജും നിങ്ങൾക്ക് കണക്കായി കഴിഞ്ഞാൽ പ്രോ മാക്സ് തന്നെയാണ് പ്രോയിൽ നിന്ന് ബെറ്റർ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ പ്രോയ്ക്ക് വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ സൈസിലാണ്. അതായത് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ പ്രോ മാക്സ് പറഞ്ഞാൽ നല്ല വലിയൊരു ഫോണാണ്. നമ്മൾ ദിവസം കൊണ്ടു നടക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് അറിയും. അതിനൊക്കെ ഈ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് നമുക്ക് എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോണല്ല. പക്ഷെ ആ ഒരു കാര്യം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോൺസിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് iPhone 14 പ്രോ മാക്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതിനൊക്കെ ഈ ഫോണിന്റെ ക്യാമറ ടെസ്റ്റിംഗ്, അതിനൊക്കെ തന്നെ ഡീറ്റെയിൽ ബാറ്ററി ടെസ്റ്റ്, അപ്പോൾ അങ്ങനത്തെയൊക്കെ വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ